ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന സ്പെയിൻ വിസസ് ഓസ്ട്രിയ മത്സരത്തെ കുറിച്ചാണ്. റൗണ്ട് ഓഫ് 32 എന്താ പറഞ്ഞാൽ സ്പെയിനിന്റെ നോക്കൌട്ട് കടമ്പ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കടമ്പയായിട്ട് കുറെ കാലമായി. 2010 സ്പെയിൻ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതിനു ശേഷം ഇതുവരെ ഒരു നോക്കൌട്ട് സ്റ്റേജ് റൗണ്ട് മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. 2010 തുടങ്ങിയിട്ട് ഇപ്പൊ 2026 16 വർഷങ്ങളാണ്. അതിൽ എത്ര വേൾഡ് കപ്പ് 2014 വേൾഡ് കപ്പ്, 2018, 2022, അങ്ങനെ 3 വേൾഡ് കപ്പ് കടന്നുപോയി. ആ 3 വേൾഡ് കപ്പിലും സ്പെയിനിന് ഒരു നോക്കൌട്ട് റൗണ്ട് മത്സരം പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. നീണ്ടകാലത്തെ സ്പെയിൻ ആരാധകരുടെ ഒരു കാത്തിരിപ്പിന് വിരാമിട്ട് 2010 ഇനിയസ്റ്റയും സംഘവും 8 ഗോളുകൾ മാത്രം അടിച്ചിട്ട് ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുകയാണ്. അതിനുശേഷം അവർക്ക് ഒരു നോക്കൌട്ട് റൗണ്ടിൽ അതിൽ 2014 18 അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിലും അതേപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 പുറത്താവുകയാണ്. അങ്ങനെ നീണ്ടകാലത്തെ അവരുടെ ഒരു സ്വപ്നങ്ങൾക്ക് എന്താ പറയുക, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് മാത്രം അവരുടെ ഫസ്റ്റ് കളിയിൽ ആരായിട്ട് 2026 വേൾഡ് കപ്പിന്റെ ഫേവറേറ്റുകളായിട്ട് വേൾഡ് കപ്പിന് വന്ന സ്പെയിന് ആദ്യ മത്സരം തന്നെ കേബർഡെ നെട്ടിക്കാന്ന് പറഞ്ഞാൽ ഗോൾ ചെയ്ത് സമനിലയാണ്. അതിൽ 7ഓളം സേവുകളാണ് കേബർഡയുടെ ആ ഒരു 40-കാരനായ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ട് അവരുടെ പോരാട്ടം വരെ പറഞ്ഞാൽ സ്പെയിനെ പോലെ ഒരു ടീമിനെ സ്പെയിന് ഒട്ടും പ്രതീക്ഷയില്ല. എന്താ പറഞ്ഞാൽ ലെമാലിനെയും അതേപോലെ തന്നെ വില്യംസിനൊന്നും ഇറക്കാതെ ഒരു സ്റ്റാർട്ടിംഗ് ഇലവൻ എന്താ പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഇലവൻ കണ്ടപ്പോൾ തന്നെ എല്ലാ പ്രതീക്ഷയും പോയി. എന്താ പറഞ്ഞാൽ കളി ഹാഫ് ടൈം കഴിഞ്ഞ് പിന്നെ 70-ാം മിനിറ്റിലേക്കാണ് യമാൽ വരുന്നത്. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാതെ സ്പെയിന് അടിയറവ് വയ്ക്കുകയാണ്. പക്ഷെ അതിനുശേഷം സൗദി അറേബ്യക്കെതിരെ ഗംഭീര തിരിച്ചുവരെ 4-0 വിജയം. അതിനുശേഷം ശക്തരായ ഉറുഗ്വെ 1-0 പരാജയപ്പെടുത്തിയിട്ട് നോക്കൌട്ട് റൗണ്ടിൽ ആദ്യം കടക്കണം. അപ്പോൾ ഒരു വീർപ്പുമുട്ടലുണ്ട്, എന്തായിരിക്കും നോക്കൌട്ട് റൗണ്ട്. എന്താ പറഞ്ഞാൽ ഈ പുറകിൽ കുറെ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ ഇങ്ങനെ ഓർമ്മകളായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പണി. പക്ഷെ ഈ ഒരു സ്പെയിനിനെ ഭയക്കണം. ഇനിയിപ്പോ സ്പെയിനിന്റെ അടുത്ത എതിരാളികൾ ആരായാലും അത് ഭയന്നേ പറ്റൂ. അത് പോർച്ചുഗൽ ആയിക്കോട്ടെ, ക്രൊയേഷ്യ ആയിക്കോട്ടെ. അതെന്തായാലും ഈ വീഡിയോ ഇറങ്ങുമ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ടാവും. എന്താ പറയുക, ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് 2:30 മണിയായിട്ടുണ്ട്. അപ്പോൾ 3 മണിക്ക് ഏകദേശം ഈ ടൈമിൽ പോർച്ചുഗലും വിസസ് ക്രൊയേഷ്യ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും 2 ലെജൻഡുകൾ, അത് ഒരാള് ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുന്നുള്ള കാര്യമാണ്. അപ്പൊ സ്പെയിൻ എതിരാളികളായിട്ട് ആരാ വരിക എന്നുള്ളത് നമുക്ക് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ കണ്ടട ആ പഴയ സ്പെയിനെ, എന്താ സ്പെയിന്റെ കളി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആധിപത്യം പുലർത്തിയ കളി എന്ന് തന്നെ പറയാം. ഓസ്ട്രിയയും കളിച്ചില്ല എന്ന് പറഞ്ഞില്ല, പക്ഷേ ഫിനിഷിംഗില്ലായ്മ അവരുടെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഒയർസബാലിന്റെ 2 ഗോളുകൾ, ഇരട്ട ഗോളുകളും അതേപോലെ തന്നെ പെഡ്രോ പോറോയുടെ 1 ഗോളും, അങ്ങനെ 3 ഗോളിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ്. പിന്നെയും കിടലും ചാൻസ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഓസ്ട്രിയയുടെ ഗോൾ കീപ്പർ ഒരു രക്ഷയില്ല മോനെ. യമാലിന്റെ എണ്ണം പറഞ്ഞ 3 ഗോളുകളാണ് സേവ് ചെയ്ത്. ഒന്ന് ആൽബയുടെ കാലിൽ തട്ടിയിട്ട്, ഗോൾ കീപ്പർ ഇല്ലാതിരുന്നപ്പോൾ ആൽബയാണ് രക്ഷകനായിട്ട് വന്നത്. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ ഗോൾ വഴങ്ങാത്ത ടീമുകൾ ആകെ 2 ടീമാണ്. ആരൊക്കെയെന്ന് പറഞ്ഞാൽ മെക്സിക്കോയും സാക്ഷാൽ സ്പെയിനും. ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല ഈ വേൾഡ് കപ്പിൽ. ആദ്യ മത്സരത്തിൽ 0-0 എന്ന സമനിലയിലാണ് അവർ കേബർഡേക്ക് മുന്നിൽ അടിയറവ് വെച്ചപ്പോൾ ഈ സ്പെയിനൊക്കെ തീർന്നു പറഞ്ഞതാ. പക്ഷെ സൗദി അറേബ്യക്കെതിരെയും അതേപോലെ ഉറുഗ്വയ്ക്കെതിരെയൊക്കെ ഗംഭീര മത്സരം കാഴ്ചവെച്ച് അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരെ ശരിക്കും സ്പെയിനിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം കാണാൻ പറ്റിയത്. അവര് ടിക്കി ടാക്കി ആയിക്കോട്ടെ, അവരുടെ ആ ഒരു അറ്റാക്കിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞ് മിഡ്ഫീൽഡൊക്കെ ഭരിച്ച് കളിക്കാന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒരു ഗെയിമായിരുന്നു. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ 4 ക്ലീൻ ഷീറ്റുകളോട് കൂടിയിട്ട് സ്പെയിനിന്റെ ഗോൾ കീപ്പറായ ഉനിയൻ സിമിയോൺ ഒരു റെക്കോർഡ് കൂടി ഇട്ടിരിക്കുകയാണ്. 517 മിനിറ്റ് 1990 ഇറ്റാലിയൻ ഗോൾ കീപ്പറായ വാൾട്ടറിന്റെ റെക്കോർഡാണ് തകർത്തിരിക്കുന്നത്. 519 മിനിറ്റ് ഒരു ഗോൾ പോലും കൺസിഡർ ചെയ്യാതെ ആ ഗോൾ പോലെ കാത്തിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ട അവരുടെ ഗോൾ കീപ്പറും മാത്രമല്ല, അവരുടെ കഴിവ് മാത്രമല്ല, അയാളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, അവരുടെ ഡിഫൻസും അത്ര നന്നായിട്ട് ആ ഒരു മതിൽ പണിതിട്ട് അവരുടെ കോട്ട കാത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ്. അങ്ങനെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വാഡ് പറഞ്ഞപ്പോൾ സ്ക്വാഡിൽ ആരൊക്കെയാണ് ഗോൾ കീപ്പർമാർ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര ഗോൾ കീപ്പേഴ്സാണ്. ആരാണ് ഈ വേൾഡ് കപ്പിൽ ഗോൾ കീപ്പർമാരുടെ ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പാണ് അത് സ്പെയിന്റെ ഗോൾ കീപ്പിംഗ് ആ ഒരു സ്ക്വാഡ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സിമിയോണ് അറ്റന്റിക്കോ ബിൽബാവയ്ക്ക് വേണ്ടി കളിക്കുന്ന മിന്നു ഫോമിനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്പെയിനിന്റെ നമ്പർ 1 ഗോൾ കീപ്പർ. 2ാം സ്ഥാനക്കാർ 3ാം സ്ഥാനക്കാർ നിൽക്കുന്ന ആ സാക്ഷാൽ ആഴ്സണലിന്റെ റൈയും അതേപോലെ തന്നെ ബാഴ്സലോണയുടെ ജോൺ ഗാസി എന്ന് പറയുന്ന ഗോൾ കീപ്പർ. 2 കിടിലൻ ഗോൾ കീപ്പേഴ്സ്മാരാണ്. അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഇയാളെ 1ാം ഗോൾ കീപ്പറായിട്ട് കോച്ച് തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ പലവരും നെറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സിമിയോണിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കളിയിൽ ഓരോ മിസ്റ്റേക്കെങ്കിലും സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്. അതിൽ സ്പെയിനിന് പണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും കോച്ച് വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന പോലത്തെ പ്രകടനം തന്നെയാണ് ചങ്ങായിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ എടുത്തു പറയേണ്ട കളി എന്ന് പറഞ്ഞാൽ പെഡ്ര ആയിക്കോട്ടെ, അതേപോലെ തന്നെ റോഡ്രി ആയിക്കോട്ടെ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഒയർസബാലിന്റെ ചങ്ങായിനെ ആദ്യ മത്സരത്തിൽ 35 മിനിറ്റുകൾ ബോൾ ഇയാളിലേക്ക് എത്തിയിട്ടില്ല. കുറെ ട്രോളൊക്കെ വന്നാണ്. ബോൾ എത്തിച്ചു കൊടുത്താൽ ഗോൾ അടിക്കും. അങ്ങനെ അതിന് തെളിവാണ് ഈ ഒരു 4 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും ഒരു അസിസ്റ്റ് നേടിയിട്ട് ടോപ്പ് ഗോൾഡൻ ബൂട്ടിലേക്കുള്ള റേസിൽ ഈ ചങ്ങായും കൂടെ ഉണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് നോക്കിയിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ലെമീൻ അമലാണ്. പക്ഷേ ആള് മാൻ ഓഫ് ദി മാച്ച് വാങ്ങിക്കുമ്പോൾ അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല. എന്താ പറഞ്ഞാൽ കിടലിന് 3 അവസരങ്ങളാണ് അവരുടെ ഗോൾ കീപ്പറും അതേപോലെ തന്നെ അവരുടെ ഡിഫൻഡറായ ആൽബിയും കൂടിയിട്ട് തടഞ്ഞു വെച്ചത്. കിടിലൻ പെർഫോമൻസ്, ഒന്നും പറയണ്ട. ആ കാലിടയിലൂടെയൊക്കെ പോകുന്ന ബോളുകൾ കൊണ്ടുപോലൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്വാർത്ഥത, ഗോൾ അടിക്കാനുള്ള ആ ഒരു ഇതാണ് തോന്നുന്നുണ്ട്. അത് കൂടി ഇന്ന് ഇല്ലായിരുന്നെങ്കിൽ യമാൽ ഇന്ന് ചുരുങ്ങിയത് 1-2 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. പെനാൾട്ടി ബോക്സിന്റെ ഉള്ളും കടന്ന് ട്രിപ്പിൾ ചെയ്ത് പോകണം. എങ്ങോട്ടേക്കായി ചങ്ങായി പോകുന്നത്? അങ്ങനെ കുറെ ബോളുകൾ മിസ്സിംഗ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ആ ഒരു എന്താ പറഞ്ഞാല് സ്പെയിനിന്റെ കളി തന്നെ മാറ്റം വരുത്തിയത് ഇന്ന് 2 ആള് യമാലിനെ പൂട്ടാൻ വേണ്ടി നിന്നപ്പോ ഈ സൈഡിലൂടെ പൂട്ടാൻ നോക്കിയപ്പോ കളി മാറ്റിയിട്ട് സ്പെയിന് അലക്സ് ബയാനിലും അതേപോലെ തന്നെ പെഡ്രിയും അതേപോലെ റോഡ്രിയൊക്കെ ഈ വിങ്ങുകളിലൂടെ കളി, അതേപോലെ നമ്മുടെ സാക്ഷാൽ കുക്കറല്ല കുക്കറലും കൂടി ഗംഭീര കളിയായിരുന്നു. കുക്കറലിന്റെ ഒക്കെ ഒരു അസിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അലക്സ് ബാനിക്കും ഒരു അസിസ്റ്റ് ഉണ്ട്. ഗംഭീര അവസാനത്തെ ആ ഒരു ഗോളൊക്കെ ഓസ്ട്രിയന്റെ എന്താ പറയാ, ഓസ്ട്രിയന്റെ മിഡ്ഫീൽഡിന്റെയും അതേപോലെ തന്നെ ഡിഫൻസിന്റെ ഒക്കെ ആ ഒരു മിസ്, കുക്കുറേലയുടെയും അതേപോലെ പെഡ്രോ പോറോയുടെ കളിയൊക്കെ ഗംഭീരായിരുന്നു. കുക്കുറേല ഒരു അസിസ്റ്റ്, അലക്സ് ബയാനി ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെഡ്രോ പോറാണ് ആ ഒരു 3ാമത്തെ ഗോള് ഡബിൾ അടിച്ചപ്പോ എന്താ പറയാ, ഡബിളിൽ 2 ഡബിൾ ഗോളുകളിൽ ആ ഒരു സ്ട്രൈക്കർ എന്താ പറഞ്ഞാൽ 11 ഗോളുകളായി ഈ അവസാനത്തെ മത്സരങ്ങൾ 8 മത്സരങ്ങൾ ഇങ്ങനെ അടിച്ചു കൂട്ടുന്നത്. വൈർസബാൽ എന്ന് പറയുന്ന ആ അവരുടെ സ്ട്രൈക്കർ, നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാത്തൊരു പ്രശ്നമാണ് സ്പെയിനിനുള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളി മാത്രമാണ് ആ ഗോൾ അടിക്കാതിരുന്നത്. ഗംഭീര ഒരു കളിയിലാണ് നമ്മള് സ്പെയിന് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പൊ സ്പെയിനിന്റെ ഇനി എതിരാളികൾ എന്തായാലും ഭയന്നിരുന്നേ പറ്റും. അതിനിപ്പോ ക്രൊയേഷ്യ ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും എന്താ പറഞ്ഞാൽ അവര് യഥാർത്ഥ മുഖം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാൻ ഓഫ് ദി മാച്ച് നോക്കിയിട്ട് യമാലിന് എന്താണ് ഹാപ്പി ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ആളുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഉണ്ട്. 85 മിനിറ്റ് കളിച്ചത് 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 6 ഷോട്ടുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 ഓൺ ടാർജറ്റിലേക്ക് ആയിരുന്നു. 60 ടച്ചുകൾ ഉണ്ടായിരുന്നു. അതിൽ 14 ടച്ചുകളിൽ ഓപ്പോസിറ്റ് ബോക്സ് വെച്ചിട്ടായിരുന്നു. 5 ട്രിബിളുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 ഡ്യുവലും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രമൊക്കെ ചെയ്തിട്ടും ഒരു ഗോൾ പോലും ആയിട്ടുള്ള അതന്നെയാണ് ആൾക്ക് പറ്റിയത്. എന്താ പറഞ്ഞാൽ ഗോൾ കീപ്പർ 2 സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു ഡിഫൻഡർമാർ, അതേപോലെ ഗോൾ കീപ്പർ വരെ ഇല്ലാത്ത സമയത്ത് ആൽബയാണ് ഒരു ഗോള് അവസാനത്തെ ഒരു ചാൻസ്. അപ്പോ എന്താ പറയാ, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും പോർച്ചുഗൽ ആയിക്കോട്ടെ ക്രൊയേഷ്യ ആയിക്കോട്ടെ ഒരുങ്ങി തന്നെ ഇരുന്നുള്ളൂ ഈ ഒരു സ്പെയിനിനെ മറികടന്ന് അങ്ങോട്ട് അടുത്ത സെമിഫൈനലിൽ എത്താൻ ഭയങ്കര കണ്ടുകെട്ടിയാണ്. സ്പെയിൻ വിസസ് ഓസ്ട്രിയ, ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 22 ഷോട്ടുകളാണ് സ്പെയിൻ എടുത്തുള്ളത്. അതിൽ 10 ഓൺ ടാർജറ്റിലേക്കാണ്, എന്നിട്ട് 3 ഗോളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഓസ്ട്രേലിയയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 5 ഷോട്ടുകൾ എടുത്തുള്ളൂ. അതിൽ 1 പോലും ഓൺ ടാർജറ്റിലേക്ക് ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്, മിഡും കാര്യങ്ങളൊക്കെ നല്ല കൈകാര്യം ചെയ്ത് ബോൾ കൺട്രോളൊക്കെ വെക്കുന്നുണ്ട്, സ്പെയിനിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പെനാൾട്ടി ബോക്സ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞു. അത് സ്പെയിനിന്റെ ഡിഫൻസ് തന്നെയാണ് അതിന്റെ ഒരു കാരണം, അതും ഇവരുടെ ഫിനിഷിംഗ് ഇല്ലായ്മ. അതേപോലെ 65% പാസിംഗ് പൊസിഷൻ ഉണ്ടായിരുന്നു, 65% പൊസിഷൻ ഉണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 35% പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. 611 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 329 പാസുകൾ മാത്രമേ ഓസ്ട്രിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 91% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 83% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു. 8 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഓസ്ട്രിയയുടെ ഭാഗത്ത് 15 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഓഫ് സൈഡ് ആയപ്പോൾ അവിടെ ഓസ്ട്രിയയുടെ ഭാഗത്ത് 5 ഓഫ് സൈഡ് ഉണ്ടായിരുന്നു. 9 കോർണേഴ്സ് ആണ് സ്പെയിൻ വിൻ ചെയ്തത്. അത് 2 യമാൻ ഡയറക്റ്റ് ബോക്സിലേക്ക് തന്നെ, ആ ഫസ്റ്റ് കുക്കറല്ലയുടെ ഒരു ഗോള് ഡിസ്ക്വാളിഫൈ ആയത് ആ ഒരു ഫൗൾ കൊണ്ടാണ്. അത് ഫൗൾ തന്നെയാണ് സംഭവം. അപ്പൊ എന്തായാലും സ്പെയിനിനെ കാത്തിരിക്കുന്നതിന് പോർച്ചുഗലോ ക്രൊയേഷ്യ ആരായിക്കോട്ടെ സ്പെയിനിനെ കരുതി തന്നെ ഇരുന്നുള്ളൂ. അവര് യഥാർത്ഥ രൂപം പുറത്തെടുത്തിട്ടുണ്ട്. ആ 3ാമത്തെ ഗോൾ ഞാൻ അടിച്ച സമയത്താണ് ഗ്രൗണ്ടിൽ നിന്നിട്ട് യമാലിന്റെ അനിയൻ ആ ചിഞ്ച് പൈതലില്ലേ, എമ്മാതിരി സെലിബ്രേഷൻ, എമ്മാതിരി അഗ്രഷനും. ഏട്ടന്റെ അനിയൻ തന്നെ. ഈ ചങ്ങായി 16 വയസ്സിലെ കളി തുടങ്ങിയാണ്, ഇത് ചിലപ്പോൾ 12 വയസ്സിലെ കളി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ തന്നെ അമ്മാതിരി പാഷനും കാര്യങ്ങളാ. അപ്പോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.